അപ്പൊ 2 വർഷമായിട്ട് തിരിച്ച ചെറിയ ചെറിയ വീട്ടാവശ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയില് പയറ്, കൈപ്പയ്ക്ക അങ്ങനെയുള്ള ഇതൊക്കെ കണ്ടറിങ്ങിയായി പോവാണ് പയറ്. അപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാലോ എന്ന് വെച്ചിട്ട് പയറിൽ കണ്ട ഇതേപോലെ അണ്ടറങ്ങിയാണ് പയറിൽ. അത് ഇനിയിപ്പോൾ ഇത്തിരി മരുന്ന് മേടിച്ച് ഞങ്ങൾ മണ്ണുത്തിന്ന് ഈ ഇതിൻ്റെ മരുന്ന് മേടിച്ചു. ഈ കീടനാശിനിയുടെ നമ്മൾ രാസവളം അല്ലാത്ത ജൈവവളം ഇതിൻ്റെ ഇതൊക്കെ മേടിച്ചിട്ടാണ് ചെയ്യണേ. പക്ഷെ അത് പയറിൻ്റെ അണ്ടറങ്ങി അങ്ങോട്ട് ഇതാവണില്ല. പയറിൽ അപ്പടി അണ്ടറങ്ങിയ പിടിച്ചിട്ട് ഇതായി പോവുക. അപ്പം അത് 2 പ്രാവശ്യം അടിച്ചു. അപ്പം ഞാൻ മത്തയുടെ കുത്തിയിട്ടുണ്ട്, പയറ് വീണ്ടും ഇത് വേറെ കുത്തി കൊടുത്തിട്ടുണ്ട്, മുളച്ച് വരുന്നുണ്ട്. നാടകം തൈ ഉണ്ട്, പച്ചമുളകും തക്കാളിയൊക്കെ. ഇത് കുക്കുംബറയാണ്. കുക്കുംബർ മോന് ഭയങ്കര എന്നെ തീറ്റിക്കാനാണ്. എന്നുവെച്ചാൽ എനിക്ക് ഷുഗറൊക്കെ ഉള്ള കാരണം കടയിൽ മേടിച്ചിട്ട് വരും. അപ്പം അവൻ ഇതിൻ്റെ വിത്ത് മേടിച്ച് പൂവായിട്ടുണ്ട്. പക്ഷെ ഈ പുഴുക്കേട് വന്ന് ഇതാവണതാണ് ഭയങ്കര ഇതായേക്കണത്. അപ്പം നമ്മളാ പരമാവധി ഈ ഇംഗ്ലീഷ് മരുന്നൊന്നും ചെയ്യാണ്ട് നോക്കാണ്. പക്ഷെ അത് രക്ഷയില്ല. പിന്നെ പാവലിൻ്റെ പിടിക്കലടാ കയ്പയുടെ കയ്പ ഉണ്ട്. കയ്പയുടെ ഇത് ഇങ്ങനെ കണ്ട അപ്പോൾ മുരടിച്ച് ഇതായി നിൽക്കുകയാണ്. കയ്പയുടെ ഇലയൊക്കെ ഇതായി പോവുക. അപ്പം അത് നമുക്ക് ഇനിയിപ്പോൾ ഇത്തിരി മരുന്ന് എന്തായാലും ഇത്തിരി മേടിച്ച തളിച്ച് നോക്കണം. പരമാവധി ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കാണ്ട് നോക്കാണ്. ഈ പാവലിൻ്റെ ഇലയൊക്കെ മുരടിക്കണേനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അതൊക്കെ പറഞ്ഞു തരിക. അതുപോലെ തന്നെ പയറിൽ അണ്ടറങ്ങ പോവാനുള്ളത് എന്തെങ്കിലും അറിയാവുന്നത് അതും പറഞ്ഞു തരിക. പിന്നെ അത് പയറ് ഇതേപോലെയാണ് പയർ നിൽക്കുന്നത്. പടവല ഉണ്ട്. ഇത് മുളച്ച് കിട്ടാനൊക്കെ ഭയങ്കര താമസമായിരുന്നു. മണ്ണുത്തിൽ നിന്നാണ് വിത്തുകൾ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇത് മുളയ്ക്കപ്പോൾ ഏതാണ്ട് ഒരു 10-20 ദിവസത്തോളമൊക്കെ ആയിട്ടുണ്ട് പടവലക്കുരു ഇട്ടിട്ട്. ഇപ്പം മുളച്ച് വന്നിട്ടുള്ളൂ. പയറ്, മത്തക്കുരു അതൊക്കെ വേഗം മുളച്ചു. അപ്പോൾ കയ്പ ഞാൻ അപ്പുറത്ത് വേറെ സ്ഥലത്ത് കുത്തിയിട്ടുണ്ട്. അത് മുളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ വളമിടലും ഇതൊക്കെ. പുല്ല് പറിച്ച് മാറ്റി പിന്നെ വളമിട്ട് ഇതൊക്കെ ആക്കിയിട്ടാണ് ഞാൻ. വളം ജൈവ വളമാണ്. മണ്ണുത്തിന്ന് ഈ ആട്ടുംകാട്ടത്തിൻ്റെ പൊടിയും ഇതൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത്. ആട്ടുംകാട്ടവും മണ്ണര കമ്പോസ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ടാണ്. വേറെ ഇംഗ്ലീഷ് വളം ഇതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് എനിക്കൊരു നേരം പോക്കായില്ലോ. അത് വെച്ചിട്ടുണ്ടാവട്ടെ ആ ഒരു ഇത് വെച്ചിട്ടാണ്. നമുക്ക് സിറ്റൗട്ടിലൊന്നും എറിയാട്ടാ. ഇത് നമ്മുടെ കത്തിപ്പയറ് പിന്നെ വീതിയുള്ള കത്തിപ്പയർ എന്ന് പറഞ്ഞ സംഭവമാണിത്. ഒരു 4 5 വിത്താണ് ഒരു പാക്കറ്റിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് അത് ഇപ്പോൾ ഒരെണ്ണം ഇപ്പോഴാണ് മുളച്ച് വരണേ. അതൊക്കെ മുളച്ച് ഇതങ്ങനെ പന്തലല്ല കയറി. ഇതങ്ങനെ തന്നെ കട്ട കുത്തി അവിടെ ഇതാവുകയാണ്. നല്ല വീതിയുള്ളത് മൂപ്പ് കുറവിലൊക്കെ മുറിച്ച് നമ്മൾ എടുക്കണം. കഴിഞ്ഞാലും കുറേ ഉണ്ടായി ഒടുവായപ്പോൾ. ഇതേപ്പറ്റി അറിയില്ലായിരുന്നു. കഴിഞ്ഞ കൊല്ലാണ് ഇത് നട്ടത്. അപ്പോൾ ചീര ഒരു 2 സൈസായിട്ട് 4 പാക്കറ്റ് ചീര, പച്ചച്ചീരയും ചുമപ്പച്ചീരയും ഇതായിട്ട് മേടിച്ചുകൊണ്ടുവന്ന് ഇട്ടതാണ്. ചീര വിത്തിട്ടത് ഞാൻ ഇത്തിരി അടിവളം ഈ പറഞ്ഞ ആട്ടുംകാട്ടത്തിൻ്റെ പൊടി, മണ്ണര കമ്പോസ്റ്റും ഇതൊക്കെയും കൂടി കൂട്ടി മണ്ണിൽ കലർത്തി ഇതാക്കിയിട്ടാണ് വിത്തിട്ട് കൊടുത്തത്. അപ്പോൾ നല്ല ഇതായിട്ട് പച്ചച്ചീരയുടെ ഒരു ഭാഗവും ചീരയുടെ ഒരു ഭാഗവും
എനിക്ക് ഇത്തിരി ഇത് വന്നു എന്ന് വെച്ചാൽ ഈ പട്ടികൾ, തെരുവ് പട്ടികളുണ്ടല്ലോ, ഇത് ചവിട്ടി കൂട്ടി കുറേ കളഞ്ഞു. ചീര വിത്ത് മുളച്ച് വരുന്നതൊക്കെ പട്ടി ചവിട്ടി കൂട്ടി കളയലായിരുന്നു. അപ്പം ഇപ്പം എന്നിട്ട് ഞാൻ ഒക്കെ ഇങ്ങനെ ഇട നോക്കിയൊക്കെ പറിച്ച് വെച്ചൊക്കെ പൊടിച്ച് ഇതായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചീരയാണിത്. ചീര ഞാൻ ചീര ഞാൻ മിക്കതും മുറിക്കാറായിട്ടുണ്ട്. പച്ചച്ചീര മുറിക്കാറായിട്ടുണ്ട്. പക്ഷെ ചുമപ്പച്ചീര ഒരു ഇത്തിരിയും കൂടി ഒന്ന് ഇതാവണം മുറിക്കാൻ. പച്ചച്ചീര മുറിക്കേണ്ട പാകമായി. നമുക്ക് ഇത് ഒപ്പൊട്ടതാണ്. ഇതിങ്ങനെ പട്ടി ചവിട്ടി കൂട്ടി കളഞ്ഞ കാരണം കൊണ്ടാണ് ഇതിങ്ങനെ ഇതായി വന്നത്. ഇവിടേക്ക് അത്രയ്ക്ക് അങ്ങ് ചവിട്ട് കിട്ടിയില്ല. ഈ ചാലിലാണ് കൂടുതലും പട്ടിയുടെ ശല്യം ഉണ്ടായത്. ഒക്കെ ചവിട്ടി കൂട്ടി ഒക്കെ നാശാക്കി കളഞ്ഞു. ഇത് മുളക്, മത്തങ്ങ മുളകാണ്. DP ഓഫീസിൽ നിന്ന് പഴുത്ത മുളക് കൊണ്ടുവന്നിട്ട് ഞാൻ പാവി ഇതാക്കിയിട്ട് നട്ടതാണ്. അപ്പോൾ അത് വളമൊക്കെ വെച്ച് കൊടുത്ത് ഉഷാറായി വരുന്നുണ്ട്. ഇപ്പുറത്ത് തക്കാളി തൈകള്, തക്കാളി ഇട്ട് വെച്ച് കൊണ്ടുവന്നിട്ട് പാവിതാണ് കുറേ ബാക്കി വന്നു. അത് ഒക്കെ നടാൻ ഉള്ള സൗകര്യം കുറവുണ്ട്. പിന്നെ അത് മുഴുവൻ നട്ടിട്ട് നമ്മൾ അതിപ്പോൾ അതിന് വളവും ഇതൊക്കെ ആയിട്ട് നിൽക്കണമല്ലോ. അത് കാരണം ഞാൻ കുറച്ചൊക്കെ നട്ടു. ഇനി ഇത് വല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാർ കുറച്ച് കൊണ്ടുപോയി. അവിടെ ചിലപ്പോൾ ഇന്നും കുറച്ച് അവർക്ക് ഒഴിവില്ല. പഞ്ചായത്ത് മെമ്പറും ഇതൊക്കെ കാരണം അവർക്ക് സമയമില്ല. ആശാ വർക്കറും അത് കൊണ്ടുപോയി നടാനൊന്നും. ഇന്നിപ്പോൾ ചിലപ്പോൾ കൊണ്ടുപോകായിരിക്കും കുറച്ച്. അപ്പോൾ അത് ഇതൊക്കെ വളം വെച്ച് ഇതാക്കിയില്ല. പാവ്യത്തിലൊന്നും ചെയ്തിട്ടില്ല. വളമൊന്നും വെച്ചിട്ടില്ല. പാവ്യമത്തെ പറിച്ച് നടണ്ടാണല്ലോ. അപ്പോൾ വെണ്ടക്കുരു ഇതൊക്കെ ഇത് വെണ്ടക്കുരു അങ്ങോട്ട് ചൊവ്വാവണില്ല. കഴിഞ്ഞ കൊല്ലം നന്നായിട്ട് കുറേ വെണ്ടയ്ക്ക് കിട്ടി എനിക്ക്. പക്ഷേ ഈ കൊല്ലം വെണ്ട അവിടെ ഒരു ഉഷാറാവണില്ല. ഓരോ പാക്കറ്റ് മാറി മാറി കൊണ്ടുവന്ന് പാവിയൊക്കെ നോക്കിയിട്ട് ഇതാവണില്ല. ഇത് കയ്പക്കുരു കുറച്ച് ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറ്റി നട്ടതാണ്. മുളച്ച് വന്നിട്ടുള്ളത് ഈ പറഞ്ഞ ജാതി മുളയ്ക്കാൻ ഭയങ്കര താമസമായി വിത്തുകൾ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ തന്നെ വിത്ത് തയ്യാറാക്കി പച്ചക്കറി കൃഷി ഉള്ള സമയം ഉണ്ടായിരുന്നു. അപ്പം അത് വീട്ടിൽ തന്നെ പാവയ്ക്കായാലും ഇത് പയർ ഇതൊക്കെ വീട്ടിൽ തന്നെ അതിൻ്റെ വിത്തുകൾ ഞങ്ങൾ എടുത്ത് വയ്ക്കാറുണ്ട്. അത് തന്നെയാണ് പിറ്റേ വർഷവും അതിൻ്റെ വിത്തെടുത്തിട്ട് നടും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വാങ്ങിക്കണത് അവരെന്തോ മരുന്നിലും ഇതൊക്കെ മുക്കിയൊക്കെ വയ്ക്കണത് ഇതൊക്കെയാണ് തോന്നുന്നുണ്ട്. 10-12 ദിവസം എത്തിയിട്ടാണ് ഈ കയ്പക്കുരു മുളച്ചത്. അതും ഇനി മുളയ്ക്കാനുണ്ട്. 1-2 സ്ഥലത്തൊക്കെ ഇനി മുളയ്ക്കാൻ നിൽക്കുന്നുണ്ട്. അതുപോലെ കുമ്പളായാലും ഇപ്പം മുളയ്ക്കാൻ ഭയങ്കര താമസമാണ്. കുമ്പളക്കുരു കിട്ടിയിട്ടുണ്ട് ഒരു ഭാഗത്ത്. അപ്പോൾ പണി രാവിലെ തന്നെ ഇറങ്ങും. രാവിലെ അടുക്കളയിലൊന്നും ചെയ്യലില്ല. അപ്പോൾ അത് കാരണം ഇതിൻ്റെ പിന്നാലെ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചാലും പിന്നെ കുനിഞ്ഞു നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ നെഞ്ഞരിച്ചിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ഈ വക പണികളൊക്കെ അത്യാവശ്യം കുറേശ്ശെ ചെയ്യും. ഇപ്പം ഇന്നലെയാണ് ഇതിന് വളം വെച്ചത്. മോൻ വഴുതനയുടെ വിത്തൊക്കെ മേടിച്ചോണ്ടൊന്ന് പാവിയതായിരുന്നു. അപ്പോൾ അത് മുളയ്ക്കാൻ താമസമായപ്പോൾ സൈക്കിള് മേടിച്ചോണ്ടൊന്ന് വെച്ചു. ഇപ്പം ഇന്നലെ ഞാൻ വളം വെച്ചിട്ടുണ്ട്. കോളിഫ്ലവറിൻ്റെ തൈ ഒരു 5-10 എണ്ണം അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. വഴുതന തൈയും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചീര തൈകളും പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം മിളക് ഇതൊക്കെ ഇത് നനച്ച് ഇതാക്കാൻ ഇന്നലെ രാത്രിയാണ് മോൻ വെള്ളം വിട്ട് ഇതാക്കിയത്. അതിന് സമയമില്ല. ഞാൻ എന്നിട്ട് പോന്നൊന്ന് നനച്ചു കൊടുത്തു. ഇതൊക്കെ ഇതാ കാന്താരിയുടെ കടയൊന്നും പോയിട്ടില്ല. കാന്താരി മുളകിൻ്റെ ഇതൊക്കെയാണ് നിൽക്കണത്. കുറച്ച് ഞാൻ കുറേ നട്ടു. പിന്നെ ഈ ചവറ് ജാതി നന തെറ്റിയപ്പോൾ പിന്നെ ഈ ആണുമരങ്ങളുണ്ട്, അതൊന്നും നനയ്ക്കണില്ല. അപ്പോൾ അത് വെട്ടി കളയണം. അപ്പം അതിൻ്റെ ചവറൊക്കെ കൊഴിഞ്ഞിട്ട് നട്ടതിലൊക്കെ ചവറ് വീണൊക്കെ ഇതായി എടുക്കുകയാണ്. ഇത് കുറേ ഞാൻ നട്ടു. ബാക്കിയുള്ളതാണ് ഇതൊക്കെ ആവശ്യമുള്ളവർക്ക് കൊണ്ടുപോയി നടാം. അപ്പോൾ ഞാനിത്
ഒക്കെ കളയാണ്ട് നിർത്തിയേക്കാണ്. ഇങ്ങനെ കടക്കൊക്കെ ഓരോ വെള്ള ആ പൂപ്പല് പോലെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പാവി നിർത്തിയേക്കണേൽ. ഇത് നല്ല മുളകും തൈകളാണ്. കുറച്ച് നടാൻ എന്നെ കൊണ്ട് ഞാൻ നോക്കും, പരമാവധി നടാൻ പറ്റുമെന്ന് നോക്കും ഞാൻ. ചാലൊക്കെ എടുത്തിട്ട് വേണേ കിളച്ച്. അപ്പം അത് കുറച്ചും കൂടി നടും പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചെങ്കിൽ കൊടുക്കും. നനയ്ക്കണ പറമ്പ് നനയ്ക്കണ കുളമാണിത്. ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് നല്ലൊരു ഒതുങ്ങിയ കുളമായിരുന്നു. അത് ഇടിഞ്ഞ് ഏതാണ്ട് ഒരു 10 സെൻറ്റ് സ്ഥലത്തിനോളം ആയിട്ടുണ്ട്. ഇടിഞ്ഞ് വട്ടം കൂടിയിട്ട് ആയിട്ട് വന്നേക്കണത്. അതിൻ്റെ സൈഡിലേക്കൊന്നും പോകാൻ പേടിയാവും. വർഷക്കാലത്തൊക്കെ നമുക്ക് പേടിക്കണം ഇവിടെ പോരാൻ. പിന്നെ വേനൽക്കാലത്ത് അങ്ങനെ ഇടിയില്ല. ഇടിഞ്ഞ് വട്ടം കൂടിയതാണ്. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. എന്നുവെച്ചാൽ കിണർ വേറെയുണ്ട്. അപ്പോൾ ഇത് അഗ്രികൾച്ചറിൻ്റെ മോട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറണ്ട് ബില്ലൊന്നും അടയ്ക്കണ്ട. അപ്പോൾ അതുകൊണ്ട് പരമാവധി അടിക്കുകയാണ്. വലിയ ഓസാണ് ഇട്ടേക്കണത്. പണ്ട് അച്ഛനുള്ള സമയത്തൊക്കെ ആണി ചാലൊക്കെ എടുത്തിട്ടാണ് ഓരോന്നിൻ്റെ കടക്കി വെള്ളം വിട്ടാറുണ്ട്. അപ്പം അതിന് അങ്ങനെ എടുക്കാൻ ആളില്ല. അപ്പം അതിൻ്റെ പേരിൽ മോൻ വലിയ ഓസ് മേടിച്ചിട്ട് ഇത് വെച്ചിട്ട് നടന്നിട്ടാണ് നനയ്ക്കണത്. കാരണം ഇത് എന്നെ കൊണ്ട് പറ്റില്ല ഇതുകൊണ്ട് നനയ്ക്കാൻ. അപ്പം മോനത് ഡ്രമ്മിൽ വെള്ളം നിറച്ച് വെച്ച് തരും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത് നനവ് വരണത്, നനയ്ക്കണത്. അവന് കിട്ടുന്ന സമയത്താണ് അവൻ ഇത് ചെയ്യുക. അപ്പം ഇന്നലെ രാത്രി കുറേ ഭാഗം രാത്രി ഞാൻ വഴക്ക് പറയും, രാത്രി ആയിടാൻ കയറി വാടാന്നും പറഞ്ഞിട്ട് അവനെ എന്നിട്ടാണ് കുറേ ഭാഗത്തേക്ക് ഈ വെള്ളം അടിച്ച് നനച്ചു. ജാതികൾ ഇതൊക്കെ നനയ്ക്കാൻ വഴുകിയായിരുന്നു. അപ്പോൾ വല്ലപ്പോഴും അവന് ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് നനച്ച് കൊടുക്കും. ഒരാളെ നിർത്തി ചെയ്യിക്കാനൊന്നും നമുക്ക് മുതലിക്കില്ല. വിളിച്ചവരെന്നാത്തേൽ വരാനും ആളില്ല. വന്നാൽ തന്നെ അവർ കള്ളപ്പണിയുള്ള നമുക്ക് ₹1000 കൂലിയും കൊടുക്കണം. ഈ വീടിയും വലിച്ച് തണൽ പറ്റി അവിടെ ഇവിടെ മാറി ഇരുന്ന് വൈകുന്നേരം 5 മണിയാകുമ്പോൾ അവർക്ക് നമ്മൾ ₹1000 കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും പണി പറഞ്ഞാൽ അവരെ ചീത്ത നമ്മൾ കേൾക്കണം. നമ്മളവരുടെ പണിക്കാരായിട്ടുള്ള ഇതുപോലെയാണ് അവരുടെ ഇത് കണ്ടത്. അപ്പോൾ പരമാവധി പറ്റാവുന്നത് തന്നെ ഒക്കെ ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഒന്ന് പച്ച പിടിച്ചപ്പോൾ ഇതിന് ഞാൻ വളം ഇട്ടിട്ടില്ല. ഇതിനൊക്കെ വളം ഇട്ട് ദൈവം സഹായിച്ച് വല്ലതുണ്ടായി കിട്ടുകയാണെങ്കിൽ ഇതിന് ഇനി ഇവിടെ പന്തലിടണം. അവിടെ പന്തലിട്ടിട്ടുണ്ട്. ഇവിടെ പന്തലിടണം. അപ്പോൾ ഇവിടെ ഞാൻ ആ സൗകര്യം കണ്ടിട്ടാണ് ഇവിടെ നട്ടത്. എന്നുവെച്ചാൽ ഈ ചീമക്കൊന്നയൊക്കെ കാലായിട്ട് എടുക്കുക. ഇവിടെയൊക്കെ നിറയെ അണ്ടറങ്ങിയായിരുന്നു ചീമക്കൊന്നയുടെ കൊമ്പൊക്കെ മോൻ വെട്ടി മാറ്റിയതാണ്. അപ്പോൾ അത് ഇപ്പോൾ പന്തലിലൊക്കെ കയറ്റി ഭാഗ്യമുണ്ടെങ്കിൽ പണിയെടുത്തതിനുള്ള ഇത് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കാണിക്കാം, പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ കൊള്ളി കൃഷി, കൊള്ളി വീട്ടാവശ്യത്തിനുള്ളത് ഒരു 10 കട നട്ടേക്കണത്. അത് ഞാൻ മിക്കപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. ആ വെള്ളം കയറിയൊക്കെ പോയോടുകൂടിയിട്ടാണ് ചേമ്പ് എല്ലാനും ഉണ്ടായിട്ടുണ്ട്. എല്ലാനും നട്ട് ഇതായിട്ടുള്ളതാണ്. ചേമ്പൊക്കെ വേണ്ടത് പറിച്ചിട്ടുള്ള പറമ്പാണ്. പക്ഷെ ആ പ്രളയം വന്ന വെള്ളം ഒരു 3-4 പ്രാവശ്യത്തെ വെള്ളം കയറലോടുകൂടി ചേമ്പൊക്കെ ചീഞ്ഞ് പോയി, കൊള്ളിയൊക്കെ പോയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ കൊല്ലം മുതൽ കുറേശ്ശെ കൊള്ളി ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് നടും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണിത്. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ടുള്ളത് കുത്തിയിട്ട്. അറിയില്ല, ഒരു 3-4 മാസം ആയിട്ടുണ്ട് നട്ടിട്ട്. പിന്നെ നമുക്ക് പറിക്കാറായ കൊള്ളിയാണ് ഇത്. ഇന്ന് ഞാനൊരു 2-3 കട പറിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് നിന്നൊക്കെ 2-3 കട പറിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇനി പറിക്കുമ്പോൾ പരിചയപ്പെടുത്താം.
കിഴങ്ങ് ഈ പറഞ്ഞ ഈ കട പണ്ട് കാണുന്ന അത്രയ്ക്ക് ഇത് ചോട്ടിലില്ല. നമ്മൾ ഇതിന് വളം ഇതൊന്നും. കഴിഞ്ഞ വർഷം ഞാൻ വെണ്ടയൊക്കെ നട്ട ഒരു ചാലാണിത്. ആ ചാലിൽ തന്നെ അതിൻ്റെ ആ വളത്തിൻ്റെയും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് തണ്ട് ഇതേന്ന് എനിക്ക് കാണാൻ വെച്ച് വന്നേക്കണത്. അപ്പോൾ പറിച്ച് നോക്കാമെന്നത് 2-3 കട പറിച്ചതിൽ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി. അപ്പോൾ ഇനി അടുത്ത് പറിക്കുമ്പോൾ